നമസ്കാരം, ഞാൻ ഡോക്ടർ ബ്രിജേഷ്. സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. 8 കമ്പനികളിലെ തൊഴിലവസരങ്ങളാണ് ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നത്. അതിൽ TCS പോലെയുള്ള വളരെ പ്രമുഖമായിട്ടുള്ള കമ്പനികളിലെ അവസരങ്ങളെ സൂചിപ്പിക്കുന്നുണ്ട്. അതല്ലെങ്കിൽ ഫെഡറൽ ബാങ്കിലേക്ക് നടക്കുന്ന 2 റിക്രൂട്ട്മെന്റ് ഡീറ്റെയിൽസ് സൂചിപ്പിക്കുന്നുണ്ട്. തിരുവനന്തപുരം എയർപോർട്ടിൽ ലഭ്യമായിരിക്കുന്ന ചില അവസരങ്ങളൊക്കെ വീഡിയോയിൽ സൂചിപ്പിക്കുന്നുണ്ട്. വിദേശ ജോലി തേടുന്നവർക്കുള്ള ചില അവസരങ്ങൾ, ടീച്ചിങ് അവസരങ്ങളൊക്കെ വീഡിയോയിൽ സൂചിപ്പിക്കുന്നുണ്ട്. ഇക്കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുവാൻ നിങ്ങൾ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക. വീണ്ടും സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. ആദ്യം ഞാൻ അക്കൗണ്ട്സ്, ഫിനാൻസ് മേഖലയിൽ താല്പര്യമുള്ളവർക്ക് വീഗാലാൻഡ് ഗ്രൂപ്പിൽ അല്ലെങ്കിൽ വീഗാർഡ് ഗ്രൂപ്പിൽ ലഭ്യമായിരിക്കുന്ന അവസരങ്ങളൊന്ന് സൂചിപ്പിക്കാം. വീഗാലാൻഡ് ഹോംസ് വീഗാർഡ് ഗ്രൂപ്പ് എന്നുള്ള ഒരു കമ്പനിയാണ്. ഇവര് 3 തസ്തികകളിലേക്ക് ഹയറിംഗ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. പോസ്റ്റ് അക്കൗണ്ടന്റ്, ഇത് 1 to 2 years എക്സ്പീരിയൻസ് ഉള്ള CMA ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്ന അവസരങ്ങളാണ്. അക്കൗണ്ട്സ് എക്സിക്യൂട്ടീവ് ആയിട്ട് BCom MCom കഴിഞ്ഞ് 1 year എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അപേക്ഷിക്കാം. അതുപോലെ അക്കൗണ്ട്സ് ഓഫീസറായിട്ട് CA ഇന്റർമീഡിയറ്റ് എങ്കിലും കഴിഞ്ഞ 1 to 2 years എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അപേക്ഷിക്കാം. കൊച്ചി ഓഫീസിലേക്കായിരിക്കും ഹയറിംഗ് നടക്കുക. അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്ക് സന്ദർശിക്കുക. അതല്ലെങ്കിൽ jobsbridge.com എന്ന നമ്മുടെ സൈറ്റിൽ പോയിട്ട് അതായത് കമ്പനികളുടെ പേര് പറഞ്ഞ് സെർച്ച് ചെയ്ത് ഡീറ്റെയിൽസ് മനസ്സിലാക്കാവുന്നതാണ്. അടുത്ത അവസരം സദർലാൻഡിലാണ്. സദർലാൻഡ് ഞാൻ മുൻപ് സൂചിപ്പിച്ചിട്ടുണ്ട്, ഒരു ഇന്ത്യൻ കമ്പനിയാണ്. US ആണ് അവരുടെ ഹെഡ്ക്വാർട്ടേഴ്സ്. അവരുടെ ഇന്ത്യയിലെ വലിയ പ്രവർത്തനങ്ങൾ നമ്മുടെ എറണാകുളത്തും ചെന്നൈയിലുമാണ്. എറണാകുളത്ത് ആയിരക്കണക്കിന് ആൾക്കാർ ജോലി ചെയ്യുന്ന, കൊച്ചിയിൽ സ്പെഷ്യൽ എക്കണോമിക് സോണിൽ പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയാണ് സദർലാൻഡ് എന്നത്. ഇത് മറ്റ് ജോലികളിലേക്കൊക്കെ എത്താൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു ചവിട്ടുപടിയായിട്ട് ഈ ഒരു ജോലിയെ കാണാനായിട്ട് കഴിയും. കാരണം ഈവനിങ് ഒക്കെയാണ് ജോലി എന്നതിനാൽ തന്നെ നിങ്ങൾക്ക് എറണാകുളത്ത് നിന്ന് മറ്റു പ്രവർത്തനങ്ങൾ, ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുകയോ അല്ലെങ്കിൽ മറ്റ് ട്രെയിനിങ് ഒക്കെ എടുക്കുകയും ചെയ്യാം. ഇവിടെ നിങ്ങൾക്ക് ഒരു സപ്ലൈ ഒക്കെ ഉണ്ട് എന്നുള്ളതൊന്നും വലിയ പ്രശ്നമല്ല, പോണ്ടൊന്നുമില്ല. അപ്പൊ മറ്റു ജോലി കിട്ടിയാൽ അതിലേക്ക് മാറുകയും ചെയ്യാം. അപ്പൊ ഇവര് ഇപ്പൊ ഭയങ്കര ബൾക്കായിട്ട് ഹയർ ചെയ്യുന്നുണ്ട്. എന്റെ കോളേജിൽ നിന്ന് തന്നെ 100ലധികം ആൾക്കാരെ ഇവർ ഓൾറെഡി ഹയർ ചെയ്ത് കഴിഞ്ഞു. ഇപ്പൊ ഈ സദർലാൻഡിലെ കസ്റ്റമർ സപ്പോർട്ട് റോളുകളിലേക്ക് ഹയറിംഗ് വീണ്ടും അനൗൺസ് ചെയ്തിട്ടുണ്ട്. വോയിസും ഉണ്ട്, നോൺ വോയിസും ഉണ്ട്. വോയിസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു പക്ഷേ കോളിലൂടെയൊക്കെ കസ്റ്റമേഴ്സിനെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. നോൺ വോയിസ് എന്ന് പറയുമ്പോൾ ചാറ്റിലൂടെയും ഇമെയിലിലൂടെയും കസ്റ്റമറിനെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. അപ്പൊ എറണാകുളത്തുള്ള ഈ ആൽബർട്ടിൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റിൽ വെച്ചിട്ട് 20-ാം തീയതി ഒരു സദർലാൻഡിന്റെ വോക്കിൻ ഇന്റർവ്യൂ നടക്കുന്നുണ്ട്. 10 മണിക്കും 5 മണിക്കും ഇടയ്ക്കായിട്ട് വോക്കിൻ ചെയ്ത് ഇതൊന്ന് നിങ്ങൾക്ക് ട്രൈ ചെയ്യുവാനായിട്ട് കഴിയും. കൂടുതൽ വിവരങ്ങൾ വീഡിയോ ഡിസ്ക്രിപ്ഷനുള്ള ലിങ്കിൽ നൽകുന്നു. ഇനി അടുത്ത അവസരം ലഭ്യമായിരിക്കുന്നത് TCSലാണ്. TCS നാം പറയുന്ന പോലെ ടാറ്റ കൺസൾട്ടൻസി സർവീസസ്, ടാറ്റ ഗ്രൂപ്പിൽ നിന്നുള്ള കമ്പനിയാണ്. ഇവര് MBAക്കാരുടെ ഒരു ഹയറിംഗ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് 2024-ലും 2025-ലും പാസ് ഔട്ട് ആയിട്ടുള്ള MBA HR-കാർക്കുള്ള അവസരമാണ്. MBA HR മാത്രമല്ല, മാസ്റ്റേഴ്സ് ഇൻ HR അല്ലെ MA HR അല്ലെ MSW HR അല്ലെ മാസ്റ്റേഴ്സ് ഓഫ് ലോസ് ലേബർ സ്റ്റഡീസ് അല്ലെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ HR-ുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള മേഖലയിൽ ഇങ്ങനെ HR-ുമായി ബന്ധപ്പെട്ട പോസ്റ്റ് ഗ്രാജുവേഷൻ കോഴ്സ് കഴിഞ്ഞവർക്ക്, 24-ലും 25-ലും ഒക്കെ കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാം. 24-ാം തീയതി ഏപ്രിൽ വരെ ആയിരിക്കും നിങ്ങൾക്ക് അപേക്ഷിക്കുവാനായിട്ട് കഴിയുക. കൂടുതൽ വിവരങ്ങൾക്ക് jobsbridge.com എന്ന സൈറ്റ് സന്ദർശിക്കാം. അവിടെ പോയിട്ട് TCS എന്ന് സെർച്ച് ചെയ്ത് ഡീറ്റെയിൽസ് മനസ്സിലാക്കുക. അല്ലെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് ഉണ്ട്, അവിടെ പോയിട്ട് കാര്യങ്ങൾ വായിച്ച് മനസ്സിലാക്കി നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ അവിടെ സൂചിച്ചിരിക്കുന്ന പോലെ അപ്ലൈ ചെയ്യുക. ഇനി അടുത്ത അവസരം നിങ്ങൾക്ക് കാണാം, തിരുവനന്തപുരം എയർപോർട്ടിൽ ജോലി ചെയ്യുവാനായിട്ടുള്ള ഒരു അവസരമാണ്. സെമോലിൻ കിച്ചൺസ് എന്ന് പറഞ്ഞ കമ്പനിയാണ് ഹയറിംഗ് അനൗൺസ് ചെയ്തിരിക്കുന്നത്. സെമോലിന കിച്ചൺസ്. ഇവര് തിരുവനന്തപുരം ഇന്റർനാഷണൽ എയർപോർട്ടിലേക്കും ഡൊമസ്റ്റിക് എയർപോർട്ടിലേക്കും ഒക്കെ ഹയറിംഗ് നടത്തുന്നുണ്ട്. 2 ഏരിയകളിലാണ് മെയിനായിട്ട് ഹയറിംഗ്. ഒന്ന് കൾനറി ടീമിലേക്കാണെങ്കിൽ മറ്റൊന്ന് F&B ആൻഡ് ഓപ്പറേഷൻസിലേക്ക്. കൾനറി ടീമിലേക്ക് സൂസ് ഷെഫ് ഉണ്ട്, അതുപോലെ DCDP ഉണ്ട്, അതേപോലെ CDP ഉണ്ട്, അതുപോലെ കോമി 1, 2 ഇതിലേക്കൊക്കെ ഹയറിംഗ് നടക്കുന്നുണ്ട്. അപ്പം ഹോട്ടൽ ആയി ബന്ധപ്പെട്ട മേഖലയിൽ അല്ലെങ്കിൽ F&Bയുമായി ബന്ധപ്പെട്ട മേഖലയിൽ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അപേക്ഷിക്കാം. എത്ര എക്സ്പീരിയൻസ് വേണമെന്നൊന്നും സൂചിപ്പിക്കുന്നില്ല. ഇനി F&B ഓപ്പറേഷൻസിൽ ടീം ലീഡേഴ്സ്, അസിസ്റ്റന്റ് മാനേജർ F&B, അസിസ്റ്റന്റ് മാനേജേഴ്സ് ലോഞ്ച്, പർച്ചേസ് എക്സിക്യൂട്ടീവ്, QA ക്വാളിറ്റി അഷുറൻസ് എക്സിക്യൂട്ടീവ്, കൺട്രോൾ എക്സിക്യൂട്ടീവ് തസ്തികകളിലൊക്കെ ഹയറിംഗ് നടത്തുന്നുണ്ട്. സാലറി കൂടാതെ ഫുഡും
അലവൻസുകളും ഒക്കെ ലഭ്യമാകും എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്ക് സന്ദർശിക്കാം. ഇനി അടുത്ത അവസരം, ഇത് ഒരു ഫിനാൻസ് കമ്പനിയിൽ ലഭ്യമായിരിക്കുന്ന അവസരമാണ്. RFSIL എന്ന് പറഞ്ഞ കമ്പനിയിലേക്ക് കൊമേഴ്സ് ഗ്രാജുവേറ്റ്സിന്, പ്രത്യേകിച്ച് BCom MCom ഒക്കെ കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാവുന്ന അവസരമാണ്. ക്രെഡിറ്റ് അനലിസ്റ്റ് എന്ന തസ്തികയിലേക്കാണ് ഹയറിംഗ് നടക്കുന്നത്. ഫ്രഷേഴ്സിനും അപേക്ഷിക്കാം. ഇവരിവിടെ സൂചിപ്പിക്കുന്നുണ്ട് അട്രാക്റ്റീവ് സാലറി ആൻഡ് PF ESI പോലെയുള്ള ആനുകൂല്യങ്ങൾ ഒക്കെ ഉണ്ട് എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. 5 വേക്കൻസികളിലേക്കായിരിക്കും ഹയറിംഗ് നടക്കുക. ഇനി അടുത്ത അവസരം ഇതാ ഇവിടെ നൽകിയിരിക്കുന്നത് ശ്രദ്ധിക്കുക. കല്യാൺ ജുവലേഴ്സിലേക്കാണ്. കല്യാൺ ജുവലേഴ്സിലേക്ക് ഒരു വാക്കിംഗ് ഡ്രൈവ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. മെയിൽ ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് അവസരങ്ങളുണ്ട്. സെയിൽസ്മാൻ ഉണ്ട്, ജൂനിയർ സെയിൽസ്മാൻ ഉണ്ട്, സെയിൽസ്മാൻ ട്രെയിനി ഉണ്ട്, ഫ്ലോർ ഹോസ്റ്റസ് ഉണ്ട്, മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് ഉണ്ട്, സെയിൽസ് കോർഡിനേറ്റർ ഉണ്ട്. ഇത്രയും തസ്തികകളിലേക്കാണ് വാക്കിംഗ് ഇന്റർവ്യൂ. ഫ്രഷേഴ്സിന് എക്സ്പീരിയൻസ് ആയിട്ടുള്ളവർക്കും ഒക്കെ അപേക്ഷിക്കാം. മിനിമം ഒരു 12th ITIയോ ഡിപ്ലോമയോ എന്തിന് ഡിഗ്രി കഴിഞ്ഞവർക്കും ഒക്കെ അപേക്ഷിക്കാം. 20, 21 തീയതികളിൽ വാക്കിംഗ് ഇന്റർവ്യൂ ഉണ്ട്. 11 മണിക്കും 5 മണിക്കും ഇടയ്ക്കായിട്ട് കല്യാൺ ജുവലേഴ്സിന്റെ തൃശ്ശൂര് ഉള്ള അവരുടെ ഓഫീസിലേക്ക് വാക്കിൻ ചെയ്ത് ഈ അവസരങ്ങളിലേക്ക് എത്തുവാനായിട്ട് കഴിയും. ഫെഡറൽ ബാങ്കിലേക്കുള്ള ഹയറിംഗിന്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. ജോയിൻ അവർ ടീം. റിക്രൂട്ട്മെന്റ് പ്രോസസ് ഫോർ റീറ്റെയിൽ സെക്യൂർഡ് ഡിപ്പാർട്ട്മെന്റ്, റീറ്റെയിൽ അസറ്റ്സ് ഡിപ്പാർട്ട്മെന്റിലേക്കാണ് ഹയറിംഗ് നടക്കുന്നത്. ഇനി നിങ്ങൾക്ക് 26 തീയതി ഏപ്രിൽ വരെ ആയിരിക്കും അപേക്ഷിക്കാനായിട്ട് കഴിയുക. ഇവര് ഡെസിഗ്നേഷനെ കുറിച്ച് ഇവർ പറയുന്നത് വേരിയസ് ലെവൽസ് ഇൻ പെർമനന്റ് റോൾസ് എന്ന് പറയുന്നത്. പല ലെവലുകളിലേക്ക് ഹയറിംഗ് നടക്കുന്നുണ്ട്. 2 ഡൊമൈനിലാണ് ഹയറിംഗ് നടക്കുന്നത്. റീറ്റെയിൽ അസറ്റ്സിന്റെ തന്നെ ഹൗസിംഗ് ലോൺ, ലോൺ അഗെയിൻസ്റ്റ് പ്രോപ്പർട്ടി, ഓട്ടോ ലോൺസ്, അത് ബ്രാഞ്ച് ചാനലും ഉണ്ട്, DSA ചാനലും ഉണ്ട്. അപ്പം ഈ 2 ഡൊമൈൻസിലേക്കാണ് ഹയറിംഗ് നടക്കുന്നത്. ഏതെങ്കിലും ഒരു ഡൊമൈനിലായിരിക്കും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുവാനായിട്ട് കഴിയുക. നോക്കുക, എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ, എനി ഗ്രാജുവേഷൻ, ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രി ഉള്ളവർക്ക് അപേക്ഷിക്കാം. 35 ഇയേഴ്സിൽ പ്രായം കവിയല്ല എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അത് കണക്കാക്കുന്നത് ഏപ്രിൽ 1 തീയതി പ്രകാരമായിരിക്കും. ഇതുകൂടാതെ എക്സ്പീരിയൻസ് ആവശ്യമാണ്. മിനിമം 2 years ഓഫ് വർക്ക് എക്സ്പീരിയൻസ് ആസ് റിലേഷൻഷിപ്പ് മാനേജർ ഇൻ മോർഗേജ് പ്രോഡക്ട്സ് എന്നാണ് സൂചിപ്പിക്കുന്നത്. ഇന്ത്യൻ സിറ്റിസൺസിനാണ് അപേക്ഷിക്കാനായിട്ട് കഴിയുക. ശമ്പളം ഏതാണ്ട് 4.6 lakhs തുടങ്ങിയിട്ട് ഏതാണ്ട് 10.06 lakhs വരെ ഉണ്ടാകും എന്നാണ് സൂചിപ്പിക്കുന്നത്. അതുകൂടാതെ അങ്ങനെയുള്ള കാൻഡിഡേറ്റ്സ് ദേ ആർ എലിജിബിൾ ഫോർ അട്രാക്റ്റീവ് പെർഫോമൻസ് ലിങ്ക് ഇൻസെന്റീവ്സ്, ഗ്രാറ്റുവിറ്റി, അങ്ങനെയുള്ള മറ്റ് ആനുകൂല്യങ്ങൾക്കും ലഭ്യമാകും എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. 1 year പ്രൊബേഷൻ ആയിരിക്കും, പിന്നീടായിരിക്കും ഇത് സ്ഥിരപ്പെടുത്തുക. സെലക്ഷൻ എങ്ങനെയായിരിക്കും? ആദ്യം ആപ്ലിക്കേഷൻ ഷോർട്ട് ലിസ്റ്റിംഗ് ഉണ്ട്, പിന്നെ പേഴ്സണൽ ഇന്റർവ്യൂവിന്റെ ഒക്കെ അടിസ്ഥാനത്തിലായിരിക്കും. ഒരുപക്ഷെ ടെസ്റ്റ് ഒന്നും ഉണ്ടാകത്തില്ല എന്ന് വിശ്വസിക്കാം. അപ്പൊ എങ്ങനെയായിരിക്കും ഇതിനെ അപ്ലൈ ചെയ്യേണ്ട ആ കാര്യങ്ങളൊക്കെ ഇവിടെ നൽകുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾ വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഓർക്കുക, ഇത് അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് ഇവിടെ നൽകിയിരിക്കുന്നത് ശ്രദ്ധിക്കുക, ഏപ്രിൽ 26 തീയതിയാണ്. അപ്പൊ ഫെഡറൽ ബാങ്കിലെ റീറ്റെയിൽ അസറ്റ്സ് ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള 2 ഡൊമൈനുകളിലേക്കുള്ള ഹയറിംഗ് ആണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചത്. ഇനി നമുക്ക് ദുബായിലെ പ്രമുഖമായിട്ടുള്ള ഗൾഫ് മോഡൽ സ്കൂളിലേക്ക് ലഭ്യമായിരിക്കുന്ന അവസരങ്ങളൊന്ന് പരിശോധിക്കാം. അധ്യാപകർക്കുള്ള അവസരമാണ്. അധ്യാപകർ എന്ന് പറയുമ്പോൾ CBSE സിലബസ്, കേരള ബോർഡ് സിലബസ് ഒക്കെ ഉള്ളവർക്ക്, അതുകൂടാതെ അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട മേഖലകളൊക്കെ ഉള്ളവർക്കുള്ള അവസരങ്ങൾ ഈ ഗൾഫ് മോഡൽ സ്കൂളിലുണ്ട്. അപ്പൊ ലഭ്യമായിരിക്കുന്ന അവസരങ്ങൾ: മാത്സ് ടീച്ചർ ഉണ്ട്, സെക്കൻഡറി ലെവല്, CBSE ആണ്. കേരള ബോർഡിലേക്ക് സയൻസ് ടീച്ചേഴ്സ്, ഫിസിക്സിൽ ഹയറിംഗ് നടക്കുന്നുണ്ട്. AI ആൻഡ് കമ്പ്യൂട്ടർ സയൻസ് ഫെസിലിറ്റേറ്റർ, അതേപോലെ തന്നെ VR എഡ്യൂക്കേഷൻ സ്പെഷ്യലിസ്റ്റ്. VR എന്ന് പറയുമ്പോൾ വെർച്വൽ റിയാലിറ്റി. അപ്പൊ ഇതൊക്കെ ഇന്നോവേഷനുമായി ബന്ധപ്പെട്ട മേഖലകളാണ്. CBSE ഇംഗ്ലീഷ് ലാംഗ്വേജ് ടീച്ചേഴ്സ്, സ്പെഷ്യൽ എഡ്യൂക്കേഷനിൽ ലേണിംഗ് സപ്പോർട്ട് അസിസ്റ്റന്റ്, അതുപോലെ അഡ്മിനിസ്ട്രേഷനിൽ അഡ്മിഷൻ കോർഡിനേറ്റർ, കേരള ബോർഡിൽ മലയാളം ലാംഗ്വേജ് ടീച്ചർ, ഈ തസ്തികയിലൊക്കെ ഹയറിംഗ് നടക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഈ ദുബായിൽ അധ്യാപകരായിട്ട് ജോലി ചെയ്യണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വേക്കൻസികൾക്ക് അപ്ലൈ ചെയ്യാം. കൂടുതൽ വിവരങ്ങൾ വീഡിയോ ഡിസ്ക്രിപ്ഷനുള്ള ലിങ്കിൽ നൽകുന്നു. അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബേഴ്സ്, വ്യൂവേഴ്സിനൊക്കെ ഒരുപക്ഷെ അനുയോജ്യമെന്ന് തോന്നിയ ഏതാണ്ട് 8 കമ്പനികളിലെ അവസരങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതാത് കമ്പനികളുടെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനിൽ പോയി ഡീറ്റെയിൽസ് വായിച്ച് മനസ്സിലാക്കി നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ അവിടെ സൂചിച്ചിരിക്കുന്ന പോലെ അപ്ലൈ ചെയ്യുക.
അവർക്ക് ഈ റിക്രൂട്ട്മെന്റുകളൊക്കെ സൗജന്യമാണ്. ഇതിന്റെ പേരിൽ ആരെങ്കിലും പണം ചോദിച്ചാൽ ശ്രദ്ധാപൂർവം വേണം അതിനെ സമീപിക്കുവാൻ. എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾ പൂർണ്ണമായിട്ട് കണ്ടതിലുള്ള നന്ദി അറിയിക്കട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്ക് ഉപകാരപ്രദമാണെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കല്ല്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാ ജോലിയുടെയും ഡീറ്റെയിൽസ് വീഡിയോ ഡിസ്ക്രിപ്ഷനുള്ള ലിങ്കിൽ നൽകുന്നുണ്ട്. നിങ്ങൾ കൂടുതൽ തൊഴിലവസരങ്ങൾ തേടുന്നവരാണെങ്കിൽ നമ്മുടെ വാട്സാപ്പ് ചാനലിലൂടെ ഇൻസ്റ്റാഗ്രാമിലൂടെ ഒക്കെ ജോലി തേടാം. അതിൻ്റെയും ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പം നന്ദി, നമസ്കാരം, താങ്ക് യു.